മാട്രിമണി സൈറ്റുകളിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച വിവാഹ തട്ടിപ്പ്. വയനാട് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് റമീസ് അറസ്റ്റിലായി. ഒരു മാസം കൊണ്ട് ഒരു 27-കാരൻ അക്കൗണ്ടിൽ നിറച്ചത് 4 ലക്ഷത്തിലധികം രൂപയാണ്. മുഹമ്മദ് റമീസ് എന്ന 27-കാരനാണ് മാട്രിമണി തട്ടിപ്പിന്റെ ആസൂത്രകൻ. മാട്രിമോണിയൽ സൈറ്റുകളിൽ നിന്ന് സ്ത്രീകളുടെ ഫോട്ടോകളും വിവരങ്ങളും ശേഖരിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ വിവാഹ പരസ്യം നൽകുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യപടി. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമുമാണ് ഇപ്പോൾ പ്രധാന തട്ടിപ്പിടങ്ങൾ. മാട്രിമോണിയൽ ഗ്രൂപ്പുകളും വിവിധ സ്ഥാപനങ്ങളുടെ വ്യാജ അക്കൗണ്ടുകളും നിർമ്മിക്കും. ഈ അക്കൗണ്ടുകൾ വഴി വരനെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകും. പലയിടങ്ങളിൽ നിന്ന് കൈവശപ്പെടുത്തിയ പെൺകുട്ടികളുടെ ഫോട്ടോകളും മറ്റു വിവരങ്ങളും ഇവിടെ പോസ്റ്റ് ചെയ്യും. വിവാഹകാര്യം അന്വേഷിച്ച് ബന്ധപ്പെടുന്നവർക്ക് പെൺകുട്ടികളുടെ ചിത്രവും അവരുൾപ്പെടുന്ന ജില്ലയുടെ പേരും അയച്ചു നൽകും. ഇയാളുടെ സഹായികൾ തന്നെ ഇടപാടുകാരോട് സ്ത്രീകളുടെ ബന്ധുവാണെന്ന വ്യാജേന സംസാരിച്ച് വിശ്വാസത്തിലെടുക്കും. തുടർന്ന് രജിസ്ട്രേഷനായി 1400 രൂപ വാങ്ങും. പണം വാങ്ങിക്കഴിഞ്ഞാൽ ഇടപാടുകാരനെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കും. ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കപ്പെട്ട ചൂരൽമല സ്വദേശി വയനാട് സൈബർ പോലീസിൽ നൽകിയ പരാതിയാണ് ഈ വലിയ തട്ടിപ്പിന്റെ ചുരുളഴിച്ചത്. തട്ടിപ്പിനിരയായ വ്യക്തി പിന്നീട് മറ്റൊരു നമ്പർ മുഖേന റമീസിന് ബന്ധപ്പെട്ടു. മുൻപ് അയച്ചു നൽകിയ പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ തട്ടിപ്പുകാർ മറ്റൊരു പേരിൽ അയച്ചു നൽകി. ജില്ലയും മാറ്റി. ഇതോടെ സൈബർ പോലീസിൽ പരാതിയെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റമീസ് വലയിലാകുന്നത്. ചെറിയ തുക വാങ്ങി വലിയ തട്ടിപ്പ്, അതാണ് റമീസിന്റെ രീതി. അങ്ങനെയാകുമ്പോൾ 1400 രൂപയ്ക്ക് വേണ്ടി പരാതി പ്രളയം ഉണ്ടാകില്ലെന്ന് അയാൾക്കറിയാം. പലരിൽ നിന്നായി ചെറിയ തുക വാങ്ങി ലക്ഷങ്ങളാണ് റമീസ് സമ്പാദിച്ചത്. ഈ ജൂൺ മാസത്തിൽ മാത്രമായി 300ഓളം പേരിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപ റമീസ് തട്ടി. ഇയാൾ കഴിഞ്ഞ 8 മാസമായി തട്ടിപ്പ് തുടരുകയാണെന്നും കേരളത്തിന്റെ പലയിടങ്ങളിൽ ഈ 27-കാരന് ഏജന്റുകൾ ഉണ്ടെന്നുമാണ് സൈബർ പോലീസ് കണ്ടെത്തിയ വിവരം. ഇതിനു മുൻപുള്ള തട്ടിപ്പ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. റമീസിന്റെ പേരിൽ 27 പരാതികളാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ വന്നതെന്ന് പോലീസ് പറഞ്ഞു. വയനാട് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്തെത്തി റമീസിനെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.